നമസ്കാരം. സി പി എമ്മിൻ്റെ നെഞ്ചത്ത് ലീഗ് ബോംബ് വെച്ചാൽ ആ വാർത്ത കേരളം എങ്ങനെയായിരിക്കും കേൾക്കുന്നത്? ചിലർ ഞെട്ടിയും, ചിലർ അമ്പരന്നും, ചിലർ കൗതുകത്തോടും, ചിലർ ആഹാ കൊള്ളാം അങ്ങനെ വെക്കട എന്ന് പറയുന്ന രീതിയിലുമൊക്കെ ആകാം ആ വാർത്തയെ ആളുകൾ സ്വീകരിക്കുന്നത്. എന്നാൽ പൊതുവെ ഇതൊക്കെ കൂടി ചേർന്നൊരു വികാരം പല മനുഷ്യരെയും സ്വാധീനിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊല്ലം ജില്ല സി പി എമ്മിൻ്റെ ഒരു ഉരുക്കുകോട്ട എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിനെ കേരളത്തിലെ ഭരണത്തിലേക്ക് ആനയിക്കുന്നതായിട്ടുള്ള ജില്ല. ആ ജില്ല ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കടന്ന തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ചിന്നിച്ചിതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ തോൽവി സി പി എം ഏറ്റുവാങ്ങിയത് എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ റിപ്പോർട്ട് ചെയ്ത വാർത്തയും നമ്മൾ കേട്ടതാണ്. ആ വാർത്ത, ആ റിപ്പോർട്ട് അതെത്ര ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. ആ വാർത്തകൾ, ഒന്നാം വാർത്ത എന്ന് പറയുന്നത് ഐഷ പൊറ്റി ചാടിപ്പോയി കോൺഗ്രസിൽ ചേർന്ന് അവരുടെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള. ഇന്ന് വന്ന വാർത്ത എന്ന് പറയുന്നത് സി പി എം ഒരു വർഗീയ പാർട്ടിയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് 30 വർഷക്കാലം സി പി എമ്മിൽ പ്രവർത്തിച്ച, ഇപ്പോൾ സി പി എമ്മിൻ്റെ മഹിളാ അസോസിയേഷൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സുജാ ചന്ദ്രബാബു സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് ലീഗിൽ ചേർന്നു. അതിനവർ പറഞ്ഞ കാരണം ഇതാണ്: സി പി എം ഒരു വർഗീയ പാർട്ടിയാണ്, ലീഗാകട്ടെ ഒരു മതേതര പാർട്ടിയാണ്. നമ്മൾ ഞെട്ടുകയോ അല്ലെങ്കിൽ നമുക്ക് നാണം വരികയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാർത്തയായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. കാരണം സി പി എമ്മിനെ അവർക്ക് ഉപേക്ഷിക്കാം, സി പി എമ്മിൽ നിന്ന് അവർക്ക് രാജിവെക്കാം, സി പി എമ്മിന് വർഗീയതയുണ്ട് എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. അങ്ങനെ പറഞ്ഞവർ സി പി എമ്മിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവർ കയറുന്ന പാർട്ടി മുസ്ലിം ലീഗാണ്. ഈ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവരുടെ തലച്ചോറിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിഭ്രമം സംഭവിച്ചതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. അത് അവരുടെ ഭാഗം, അവരെ വിട്. സി പി എമ്മിന് എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സി പി എമ്മിന് എന്തുകൊണ്ടാണ് ഈ ആളുകളിങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്? അവിടുത്തെ ജില്ലാ സെക്രട്ടറിയുടെ ചാർജ് ഉള്ള ജയമോഹനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പോലും അന്തം വിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ വരെയും പാർട്ടിക്കൊപ്പം നിൽക്കുകയും പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും പാർട്ടിയുടെ മതേതര സ്വഭാവത്തിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്നതായിട്ടുള്ള സുജയ്ക്ക് എന്ത് പറ്റി എന്ന് പറയാനായിട്ട് ജയമോഹന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്കുള്ള സംശയം ഇതാണ്: 30 വർഷക്കാലം ഒരു കേഡറെ സി പി എം എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടി വളർത്തി വലുതാക്കി മുന്നോട്ട് കൊണ്ടു നടക്കുന്ന സമയത്ത് അവരുടെ സ്വഭാവത്തിൽ, അവരുടെ രാഷ്ട്രീയ ചിന്തയിൽ എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് ആ പാർട്ടി ഉണ്ടാക്കുന്നത്, എന്ത് മോൾഡിംഗ് ആണ് അവരിലുണ്ടാക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. എങ്ങനെയാണ് പാർട്ടി ആളുകളെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ പാർട്ടി ഒരു ദിവസം അങ്ങനെ തന്നെ ഇല്ലാതായാൽ? ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ബംഗാളിൽ എങ്ങനെയാണ് സി പി എം ഇല്ലാതായത്, അല്ലെങ്കിൽ ത്രിപുരയിൽ എങ്ങനെയാണ് ഇല്ലാതായത്, എങ്ങനെയായിരിക്കും ഇനി കേരളത്തിൽ ഇല്ലാതാവാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ അകത്ത് നിൽക്കുന്ന കേഡേഴ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവ സവിശേഷത ഉള്ളവരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഒരു ദിവസം അവർക്ക് ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഈ പാർട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ ഒട്ടും തന്നെ ഇല്ലാത്ത മറ്റ് പാർട്ടികളിൽ കയറി നിന്നിട്ട് ആ പാർട്ടിയാണ് ലോകത്തെ ഏറ്റവും മഹത്തരമായിട്ടുള്ള മതേതര പാർട്ടി എന്ന് പറയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ പാർട്ടി എന്താണ് നിർമ്മിക്കുന്നത് രാഷ്ട്രീയമായിട്ട്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ലാണ്ട് ഈ പാർട്ടിയിൽ നിന്ന് ഒരാൾ രാജിവെക്കുന്നതല്ല പ്രശ്നം. ഈ പാർട്ടിയിൽ നിന്ന് ഒരാൾ രാജിവെച്ചിട്ട് അയാൾ പുറത്തു നിന്ന് പറയുകയാണ് ഇതൊരു വർഗീയ പാർട്ടിയും, അതേപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടി അത് മതേതര പാർട്ടിയാണ് എന്ന് പറയുകയും ചെയ്യുന്നത്. നമ്മളിത് കഴിഞ്ഞ ദിവസം കേട്ടിട്ടിരുന്നു പല സ്ഥലത്തും. ആരാണ് പറയുന്നത്? കേരളത്തിലെ രാഷ്ട്രീയത്തിനകത്ത് മതത്തെ അതിശക്തമായിട്ട് പടർത്തി ഒരു മതരാഷ്ട്രവാദത്തിൻ്റെ ശക്തികളായി മാറിയ ജമാഅത്തെ ഇസ്ലാമി പറയുകയാണ് അവരാണ് മതേതര പാർട്ടി എന്നുള്ളത്. മുസ്ലിങ്ങൾ മാത്രം ഉള്ള ഒരു പാർട്ടി പറയുകയാണ് ഞങ്ങളാണ് മതേതര പാർട്ടി, എന്നാൽ സി പി എം ഒരു വർഗീയ പാർട്ടിയാണ് എന്നിവരെല്ലാവരും കൂടി സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു അവസ്ഥയിലല്ല കേരളം എന്ന് പറയുന്നത്. എന്താണ് ഇവരെല്ലാം പറയുന്നത്? അതുപോലെ സി പി എം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം സി പി എമ്മിനെ നമ്മൾ തെറി വിളിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സജി എന്ന് പറയുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ സജി ചെറിയാൻ എന്ന് പറയുന്നതായിട്ടുള്ള സി പി എമ്മിൻ്റെ മന്ത്രി നടത്തിയ വർഗീയമായിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ അതിശക്തമായിട്ട് പ്രതികരിച്ചതാണ് കേരളം. അങ്ങനെ പ്രതികരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സജി പ്രവർത്തിക്കുന്നത് സി പി എമ്മിലാണെന്നുള്ളതാണ്.
CPM ഒരു കാരണവശാലും വർഗീയമായിട്ടുള്ള വിദ്വേഷത്തെ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള വെറുപ്പിനെ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ആകാൻ പാടില്ല, അതിൽ പ്രവർത്തിക്കുന്ന ഒറ്റയാളും അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം AK ബാലൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയും കേരളം ഇതുപോലെ പ്രതികരിച്ചാണ്. ബാലൻ പറഞ്ഞതെന്ന് വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പ് UDF അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആ UDFിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞതിനിടെ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയാൽ ഈ UDFിനെ നിയന്ത്രിക്കുന്നത്, UDFിനെ തീരുമാനിക്കുന്നത്, UDFിൻ്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് മുസ്ലിം ലീഗായിരിക്കും, മുസ്ലിം ആയിരിക്കും. അങ്ങനെ അടുത്ത ഭരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭരണമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ കേരളം പറഞ്ഞു, ബാല നിങ്ങൾ പറയുന്ന കാര്യം ശരിയല്ല, കാരണം നിങ്ങൾ വർഗീയതയാണ് പറയുന്നത്. നിങ്ങളിനി വർഗീയ തിരിവുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അത് കേരളത്തിൻ്റെ ഒരു മതേതര സ്പെക്ട്രമുണ്ട്, അത് മുഴുവനായിട്ട് തകർന്ന് തരിപ്പണമായി തീരും എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സെക്യുലർ സ്പെക്ട്രം നമ്മൾ വളരെയധികം ആത്മാഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ മലയാളികളാണ്, ഞങ്ങൾക്ക് ഇവിടെ വർഗീയ കലാപങ്ങളില്ല, ഞങ്ങൾ പള്ളി പൊളിക്കുന്നില്ല, അമ്പലം പൊളിക്കുന്നില്ല, അതുപോലെ ക്രൈസ്തവരുടെ ദേവാലയങ്ങൾ ചുട്ടിരിക്കുന്നില്ല. അത് കേരളത്തിൻ്റെ ഒരു സവിശേഷമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ CPMൽ നിന്ന് രണ്ട് പ്രമുഖരായിട്ടുള്ള ആളുകൾ പറയുന്നു വർഗീയതയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് വർഗീയത ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം വരുന്നു എന്ന് പറയുന്ന സമയത്ത് അവർക്കെതിരെ കേരളം ഒറ്റക്കെട്ടായിട്ട് ശബ്ദിച്ചു. അപ്പോഴാണ് CPMൽ നിന്ന് പെട്ടെന്ന് ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്നത് പോലെയുള്ള ശബ്ദം നമ്മൾ കേട്ടത്. നോക്കിയ സമയത്താണ് അത് സുജാ ചന്ദ്രബാബു എന്ന് പറയുന്ന CPMൻ്റെ പ്രമുഖയായിട്ടുള്ള നേതാവാണ്. അവർ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തിയത് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടാണ്. ഇവർ കഴിഞ്ഞ 15 വർഷക്കാലം അഞ്ചൽ എന്ന് പറയുന്നതായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. CPM അവരെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ചുമതലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അതേപോലെ തന്നെ അഞ്ചൽ ബ്ലോക്കിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു അവർ 5 വർഷക്കാലത്തേക്ക്. 15-20 വർഷക്കാലം പാർലമെൻ്ററി പ്രവർത്തനം CPMന് വേണ്ടി നടത്തിയ ഈ സ്ത്രീക്ക് പെട്ടെന്നൊരു ദിവസത്തിൽ എന്താണ് ഒരു ബോധോദയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ CPM എന്ന് പറയുന്നത് കപട മതേതരത്വത്തിൻ്റെ കേന്ദ്രമാണ് എന്നാണ് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ അവർ പുറത്തേക്ക് ഇറങ്ങി കാണുന്നത് ആ വെളിച്ചത്തിൽ ആഹ്ലാദത്തോടെ കാണുന്നത് മുസ്ലിം ലീഗിൻ്റെ പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതേതരത്വത്തിൻ്റെ പ്രതീകമായിട്ട് അവർ കാണുകയാണ് ചെയ്യുന്നത്. ഇവരെന്താ കേരളത്തെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്, കേരളത്തിലെ ആളുകളെ മുഴുവനും അമ്പരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇവരൊക്കെ ഈ സമൂഹത്തിൽ വന്നെന്ന് പറയുന്നത്? ഇതുമാതിരി പറയാൻ പഴയ കാലത്ത് മനുഷ്യർക്ക് കഴിയുമായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഇത് കഴിയും. കാരണം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം എന്ന് പറയുന്നത് വല്ലാതങ്ങ് വർഗീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ആ വർഗീയവൽക്കരിക്കപ്പെട്ടതിൻ്റെ ഒരു ഘോഷയാത്രയാണ് നമ്മളിങ്ങനെ ഓരോ ഇടത്തു നിന്നുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വേറെ രസം 2020 എന്ന് പറഞ്ഞ ഒരു സാധനം കേരളത്തിൽ രൂപപ്പെട്ടു വന്നു. അത് BJP ചേർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തേക്കും ഇവർ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അധികാര വഴികളിലൂടെ സഞ്ചാരങ്ങൾ മാത്രമാണ്. അധികാരത്തിന് എവിടെയാണ് എത്തിച്ചേരാനായിട്ട് പറ്റുന്നത്? പണം ആർക്കാണ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ പണത്തിലേക്കും അധികാരത്തിലേക്കുമുള്ള മനുഷ്യൻ്റെ ദൂർത്തമായിട്ടുള്ള സഞ്ചാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കേരള രാഷ്ട്രീയം മാറിത്തീർന്നിരിക്കുന്നു. അതിന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തുല്യമായിട്ടുള്ള രീതിയിൽ വെള്ളമൊഴിക്കുകയും വളമിടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. കേരളം സൂക്ഷിക്കുക, വളരെ അപകടകരമായിട്ടുള്ളൊരു മുനമ്പിലാണ് കേരളം എത്തിയിരിക്കുന്നത്.